നമ്മൾ അറ്റാച്ച്ഡ് ആവണോ ഡിറ്റാച്ച്ഡ് ആവണോ? അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട്, നമ്മുടെ സ്ഥാപനത്തിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ഫാമിലിയോട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളോട്, ഇങ്ങനെ ഒരുപാട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടൊരു അവസ്ഥയുണ്ട്. അത് നമ്മുടെ മാനസികമായിട്ട് ഒരു പരിധിവരെ വളരെ പ്രഷർ നൽകുന്ന സംഗതികളാണ്. പക്ഷേ അവർ വേർവിട്ട് പോകാൻ ഇടയാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് തകർന്നു പോകുന്നൊരു അവസ്ഥയുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. നീ വേർവിട്ട് പോയാൽ എനിക്കില്ല, നീ ഇല്ലാതിരുന്നാൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നൊരു ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഒരു നഗ്ന സത്യമാണ്, നമ്മളെല്ലാവരും വേർവിടേണ്ടവരാണ്, വേർവിട്ട് പോകേണ്ടവരാണ്. ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ വേർവിട്ട് പോയേ പറ്റൂ. നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി മാറും. അപ്പോൾ നമ്മൾ ഡിറ്റാച്ച്മെൻ്റാണ് നമ്മൾ ലൈഫിൽ നമ്മളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തേണ്ടത്. നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. നമ്മൾ ഒരു ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ പോറ്റി വളർത്തുമ്പോൾ പല അച്ഛനമ്മമാരും പറയുന്നുണ്ടാവും, നീ വളർത്തുന്ന കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ, നീ എനിക്ക് തിരിച്ച് എന്നെ പോറ്റണം അല്ലെങ്കിൽ എന്നെ വളർത്തണം. ഇങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാം. പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കും. കാരണം നമുക്ക് ആ ബന്ധങ്ങൾ പോയാലും നഷ്ടപ്പെട്ടാലും നമ്മളൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മളുടെ ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് മാനസികമായിട്ട് സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി നമ്മൾ താഴ്ചയിലേക്ക് പോകും. എന്ത് പ്രതിസന്ധി വന്നാലും അത് കട്ട് ചെയ്ത് മുന്നോട്ട് പോയാലൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ആ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ സാധിക്കൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.